എക്സ് ബൈ 24 സമം 72 ബൈ റൂട്ട് എക്സ് ആയാൽ എക്സിൻ്റെ വില കാണുക. നമുക്കിതിൽ ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ അംശം കൊണ്ട് ഈ ഛേദത്തെ ഗുണിക്കുക. എക്സ് ഇൻറ്റു റൂട്ട് എക്സ് സമം ഈ ഛേദം കൊണ്ട് ഈ അംശത്തെ ഗുണിക്കുക. 24 ഇൻറ്റു 72 എക്സ് ഇൻറ്റു റൂട്ട് എക്സ് സമം ഇതിന് നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. അഭാജ്യ ഘടകങ്ങളായി പിരിച്ചെഴുതുക. 24 8 ഇൻറ്റു 3 എന്ന് എഴുതാം. 8 ഇൻറ്റു 3 ആ 8 എന്ന് പറയുന്നത് 2 ക്യൂബാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 2 ക്യൂബ് ഇൻറ്റു 3. 2 ക്യൂബ് 3 24 ഇൻറ്റു അതുപോലെ ഇവിടെ ഇത് 9 ഇൻറ്റു 8 ആണ്. 9 ഇൻറ്റു 8 9 എന്ന് പറയുന്നത് 3 സ്ക്വയറാണ്. ഇൻറ്റു 8 എന്ന് പറയുന്നത് 2 ക്യൂബാണ്. ഇത് കുടിച്ച് കഴിഞ്ഞാൽ 72 കിട്ടും. സമം ഇതിൽ ഇത് രണ്ടും കൂടി ചെയ്യാം. അതായത് ഏഘാതം എം ഇൻറ്റു ഏഘാതം എൻ എന്ത് വരും? ഏഘാതം എം പ്ലസ് എൻ. ഇങ്ങനെ വരുമ്പോൾ കൃതികൾ തമ്മിൽ കൂട്ടണം. അപ്പോൾ 2 ഘാതം 3 ഇൻറ്റു 2 ഘാതം 3 2 ഘാതം 6 ഇൻറ്റു അതുപോലെ ഇത് രണ്ടും കൂടി കൂട്ടാം. എന്ത് ചെയ്യാം? 3 ഘാതം ഇവിടെ 1 1 2 3 എന്ന് കിട്ടി. നമുക്ക് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ആണ്. നമുക്ക് ഇതൊരു സമവാക്യമാണ്. ഇരുവശം സ്ക്വയർ കാണാം. ഇരുവശവും സ്ക്വയർ കാണാം. കാരണം ഈ റൂട്ട് ചിഹ്നം പോകണം പെടുന്നത്. അപ്പോൾ എക്സ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ സമം 2 ഘാതം 6 ഇൻറ്റു 3 ഘാതം 3 ഹോൾ സ്ക്വയർ. സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ് ആണ് നമ്മൾ ചെയ്തത്. ഇനി ഇവിടെ എന്ത് വരും? എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് എക്സിൻ്റെ സ്ക്വയർ എക്സ് ആണ് സമം 2 ഘാതം 6 സ്ക്വയർ കാണണം. 2 ഘാതം 6 സ്ക്വയർ കാണണം ഇൻറ്റു അതുപോലെ ഇതിനും വേണം 3 ഘാതം 3 സ്ക്വയർ കാണണം. ഇത് എക്സ് ക്യൂബ് വരും. എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എക്സ് ക്യൂബ് സമം ഇതെന്താ ചെയ്യുക? ഏഘാതം എം ഹോൾ ഘാതം എൻ എന്ത് വരും? ഏഘാതം എം ഇൻറ്റു എൻ. അതുപോലെ ഇവിടെ എന്ത് വരും? 2 ഘാതം 6 ഇൻറ്റു 2 12 ഇൻറ്റു 3 ഘാതം 3 ഇൻറ്റു 2 6 എക്സ് ക്യൂബ് സമം ഇത് നമുക്ക് 2 ഘാതം 12 എന്ന് വരുമ്പോൾ 2 ഘാതം 4 ഹോൾ ഘാതം 3 എന്ന് എഴുതാം. അപ്പോൾ 4 3 12 കിട്ടും ഇൻറ്റു അതുപോലെ ഇവിടെ 3 ഘാതം 2 ഹോൾ ഘാതം 3 എഴുതാം. 3 ഘാതം 2 ഇൻറ്റു 3 6 എന്ന് വരും. ഇനി നമുക്ക് എക്സ് ക്യൂബ് സമം ഇതിൽ 2 ക്യൂബാണ്. അപ്പോൾ ഒന്നിച്ച് എഴുതാം. എന്തെഴുതാം? 2 ഘാതം 4 ഇൻറ്റു 3 ഘാതം 2 ഇത് ഒന്നിച്ച് എഴുതിയിട്ട് ഒന്നിച്ച് ക്യൂബ് എഴുതാം. ഇപ്പോൾ നമുക്കൊരു സമവാക്യമാണ്. ഈ സമവാക്യത്തിൽ ഇരുഭാഗത്തും പാദസംഖ്യകൾ തുല്യമല്ല, കൃതികൾ തുല്യമാണ്. 3 3 കൃതികൾ തുല്യമാണെങ്കിൽ പാദസംഖ്യകൾ തുല്യമാണ്. അപ്പോൾ ഇവിടുത്തെ പാദസംഖ്യ എക്സ് സമം ഇവിടെ 2 ഘാതം 4 എത്രയാണ്? 16 ഇൻറ്റു 3 സ്ക്വയർ എത്രയാണ്? 9. ഉത്തരം 16 ഇൻറ്റു 9 144.